വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് HSST കോമേഴ്സിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്കറിയാം നമ്മൾ ഇതുവരെ ക്ലാസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരുവിധമൊക്കെ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വരുന്ന നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതിന് മുൻപായിട്ട് ഇപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് ഞാൻ ക്ലാസ് എടുത്തതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുള്ള ഒരു 20 ക്വസ്റ്റ്യനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കൂടെ ഉൾപ്പെടുത്താമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾ HSST കോമേഴ്സ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സുകളെല്ലാം കണ്ട് ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ വൈകുന്നില്ല, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് എ പ്ലേസ് വെയർ ഫോറിൻ മണീസ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. ഡാഷ് ഈസ് എ പ്ലേസ് വെയർ ഫോറിൻ മണീസ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. ആൻസർ വരുന്നത് ഫോറക്സ് മാർക്കറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. അസറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഈസ് ഡാഷ് അസറ്റ്സ്. അസറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് is called dash assets. Answer cash assets. Third question. Bonds, bearer, debenture, government securities are the example for marketable assets. Next question. FERA was passed by Government of India in 1947. Short-term debt instruments issued by the Government of India having 91-day, 182-day and 364-day tenures are called treasury bills. Next question. MMMFs stand for Money Market Mutual Funds. SEBI was established in 4th April 1992. The markets were generally confined to stock exchanges. Secondary market. Government securities also called gilt-edged securities. Long-term loan market includes term loan market, mortgage market, financial guarantee market, etc. BSE's online trading system is called Bolt. Next, ETF stands for Exchange Traded Funds. Companies are permitted to issue a new class of shares named non-voting shares as per Section 86A. Dash pool resources from those who save and allocate them to various investment opportunities. Mutual funds. Process used by companies raising capital through IPOs and FPOs to aid price and demand discovery. Book building. Next question. GIC registered office and headquarters in Mumbai. IRDA Act was passed in 2000. Dash is the first exchange for small companies. OTCEI. Setting of a security that an investor does not own is called short selling. NASDAQ is an American stock exchange. Group of speculators buy the securities and they will buy and sell securities themselves to push up the price is termed as price rigging. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ്, അതായത് 20 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന സബ്ജക്റ്റിൽ നിന്നും.
അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് ബാക്കി വരുന്ന 20 ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുവരെ എടുത്ത ക്ലാസ്സിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. അതല്ലാത്ത ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ്, ഇങ്ങനെ ഓരോ സബ്ജക്റ്റും നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പഠിത്തം കുറച്ചുകൂടെ ഒരു ഉഷാറാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്